ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെർവർ മെയിൻ്റെനൻസ് എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ കയറിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഇത് കളിക്കുന്നത് പക്ഷേ നെറ്റ് ഓണൊക്കെ മറന്നുപോയി ഗൈസ്. ഗൈസ് നമ്മൾ നെറ്റ് ഓണാക്കി ഗൈസ്. നമ്മൾ ഇങ്ങനെയാണ് ഈ നെറ്റ് വീഡിയോ എടുക്കുന്നത് ഗൈസ്. നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ഞാൻ മാച്ചിലേക്ക് പോയി ഗൈസ്. എനിക്ക് കോയിനാണ് ആവശ്യം. അത് കാരണം തന്നെ ഞാൻ കോയിനുള്ള വേട്ടയിലാണ്. നീ കോയിൻ വേട്ടയ്ക്ക് പോന്നിട്ട് നീ വേട്ട പുലിയെ പോലെ ഇരിക്കുക. വേട്ട പുലികൾ ഒരിക്കലും പുറകെ പോവാറില്ല ഗൈസ്. അപ്പോൾ നമ്മൾ മാച്ചിലേക്ക് കടക്കുകയാണ് ഗൈസ്. ചെക്കിങ് കണക്ഷൻ സ്റ്റാറ്റസ് കയറിയപ്പോൾ ഒരുത്തിന് മണ്ണപ്പെട്ടു ഗൈസ്. അവൻ വളരെ ആലന്നിട്ടുന്നു. അവൻ്റെ ചെക്കിങ് കണക്ഷൻ സ്റ്റാറ്റസ് ആണ് ഗൈസ്. എനേബിൾ ബട്ടൺ ഇൻട്രപ്ഷൻ സ്കിൽസ് അല്ല ഇൻട്രസെപ്ഷൻ സ്കിൽസ് പ്ലേ സ്കിൽസ് ഗൈസ്. അവൻ കയറിയില്ല, എന്തോ കരക്കം വന്നു ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളൊരു ബാച്ചിൽ പോയിട്ടുണ്ട് 50 കോയിൻ കിട്ടാനുള്ള ബാച്ച് ഗൈസ്. എനിക്ക് എപ്പിക്കിൻ്റെ 2 ട്രൈ കിട്ടി ഗൈസ്. വെറുതെ ആയിപ്പോയി. 2 ട്രൈയിലും 4 സ്റ്റാർ മാത്രമേ കിട്ടുള്ളൂ ഗൈസ്. എനിക്ക് തോന്നുന്നു ഈ 2 കറക്കം വന്ന കാരണം തന്നെ ഇത് ഫെയിൽഡ് ആകുന്നതാണ്. നോക്കാം ഗൈസ്. എന്തായാലും പകരം പത്തല്ലോ അത് തന്നെ ഫെയിൽ ടു കണക്ട് ഒപ്പോണൻ്റ് അത് പോയി ഗൈസ്. അടുത്ത ഒപ്പോണൻ്റ് വരുന്നുണ്ട് ഗൈസ്. അടുത്ത ഒപ്പോണൻ്റ് കയറിയിട്ടുണ്ട്. ചെക്കിങ് കളക്ഷൻ സ്റ്റാറ്റസ് ആണ് ഗൈസ്. കറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പാണ് അവൻ കയറൂല. അത് നമുക്ക് നിശ്ചയിക്കുന്ന കാര്യം തന്നെ ഗൈസ്. എന്തായാലും പോലില്ല കാരണം എന്നെ പേടിച്ചിട്ട് ഗൈസ്. എല്ലാവർക്കും എന്നെ പേടിയാണ് ഗൈസ്. എല്ലാവരും എന്നെ പേടിച്ചാണ് കളിക്കുന്നത് ഗൈസ്. ഏതില്ല ഗൈസ്. കണക്ഷൻ സ്റ്റാറ്റസ് മാത്രം നോക്കിക്കൊണ്ടിരിക്കണം ഗൈസ്. എപ്പോഴും കണക്ഷൻ സ്റ്റാറ്റസ്. ഇന്ന് നമ്മളൊരു മാച്ച് പോയി. ഈ ഒരു മാച്ച് ആയിരിക്കും നമ്മുടെ വീഡിയോ ഗൈസ്. തോറ്റാലും ജയിച്ചാലും എന്നൊന്നും പറയരുത്. തോറ്റാലും ഞാൻ നല്ലവൻ, ജയിച്ചാലും ഞാൻ നല്ലവൻ. നിങ്ങളും നല്ലവർ. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം കൊല്ലില്ലാത്തവർ ഗൈസ്. എല്ലാവരും എന്നെ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക ഗൈസ്. കണക്ഷൻ സ്റ്റാറ്റസ് ഫെയ്ഡ് ടു ഒക്കോരാൻ ഒപ്പോണൻറ്റ് ഗൈസ്. മൂന്നാമത്തെ ഒപ്പോണൻറ്റിനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ കളിക്കും ഗൈസ്? ഗൈസ് സെർച്ചിങ് ഫോർ ആൻ ഒപ്പോണൻ്റ് ആണ് ഗൈസ്. എന്തായാലും നമ്മൾ പറയാം. ഞാൻ എൻ്റെ AFC അക്കൗണ്ട് കളഞ്ഞ എന്താണെന്ന് പറയാം. ഞാൻ കുറേ നാളായി AFC കളിക്കുന്നു ഗൈസ്. AFC ബോറായി തുടങ്ങി ഗൈസ്. അതിൻ്റെ അകത്ത് എനിക്ക് എപ്പോഴും ഇവൻ്റ് വരുന്നു, പ്ലെയറിനെ കിട്ടുന്നു, ഇവൻ്റ് കയറുന്നു, പ്ലെയറിനെ കിട്ടുന്നു, അതുപോലത്തെയുള്ള ചില കാര്യങ്ങൾ മാത്രം. പിന്നെ ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത്? അത് കാരണം തന്നെയാണ് ഞാൻ ഈ ഫുട്ബോളിലേക്ക് കയറിയത് ഗൈസ്. ഈ ഫുട്ബോൾ ഇസ് പവർ ഗൈസ്. എൻ്റെ അക്കൗണ്ട് നിങ്ങൾക്കെല്ലാം കണ്ടു. നിങ്ങൾക്ക് ഞാൻ സ്ക്വാഡ് കാണിച്ചു തരാം. ഗൈസ് മൂന്നാമത്തെ ഒപ്പോണൻ്റ് ഫെയിൽഡായി ഗൈസ്. കയറാൻ പറ്റുന്നില്ല. ഇതെന്തുവാണ് ഗൈസ്? ഒരു പ്രാവശ്യം കൂടെ നോക്കാം ഗൈസ്. ചെക്കിങ് കണക്ഷൻ സ്റ്റാറ്റസ് വന്നിട്ടുണ്ട് ഗൈസ്. ഇതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. അറ്റ് ലാസ്റ്റ് നമുക്ക് ഒപ്പോണൻ്റ് കിട്ടി ഗൈസ്. ഗാലക്ടർ സാറ് അല്ല, ഇതിൻ്റെ അകത്ത് നമ്മളെ കാണാൻ പറ്റില്ലല്ലോ ഗൈസ്. ഗാലക്ടർ സാറേ മറ്റേ കാണത്തുള്ളൂ. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. CMF ഉണ്ട് ഗൈസ്. DMF ഉണ്ട് ഗൈസ്. 92 ലെഫ്റ്റ് വിങ് ഫോർവേഡ് ഇക്കാടിയാണ് നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ സ്ട്രൈക്കർ ഗൈസ്. നമുക്ക് ഇങ്ങനെ ഇവിടെ കൊണ്ടുപോയിട്ടിട്ട് ഇവിടുന്നൊരു ലെഫ്റ്റ് വിങ് ഫോർവേഡിനെ കൊണ്ടിടാം. എന്നിട്ട് 8 പൊസിഷൻ ഒന്നുകൂടെ ഞെക്കിയിട്ട് ലെഫ്റ്റ് വിങ് ഫോർവേഡ് ആക്കാം. എന്നിട്ട് മാച്ചിലേക്ക് പോകാം. ഗാലക്ടസറയാണ് അപ്പുറത്തെ ടീമും ഗാലക്ടസറയാണ് ഗൈസ്. എന്തായാലും ഞാൻ എന്തായാലും പൊട്ടുമെന്ന് എനിക്കറിയാം ഗൈസ്. എന്തായാലും ഓക്കെ, മാച്ചിലേക്ക് പോയിട്ടുണ്ട് ഗൈസ്. ആക്ഷൻ വരണം ഗൈസ്. ഇക്കളി ജയിക്കണം ഗായ്സ്. ഗായ്സ് ഗാലക്ടസറെ SK എൻ്റെ കൊച്ചാണ് ഗൈസ്.
ആ റയൽ മാഡ്രിഡിൻ്റെ കോച്ച് അല്ല പോട്ടെ അത് തന്നെ. മെഡൻസ് ഇവനൊക്കെ ഏതാണ്? കാർലോസ് ഒലിവേര, ഹക്കീം അമ്മേ ഹക്കീമി എങ്ങടെ കൊണ്ട കളയണം. ഹക്കീമിക്കും CHനും ഒരു വ്യത്യാസം പോലും. രണ്ടുപേരും മൊറോക്കൻ പ്ലേയേഴ്സാണ്. പ്ലേ സ്റ്റൈൽ, പൊസിഷൻ അങ്ങനത്തെ ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ് ഗൈസ്, നമ്മൾക്ക് തുടങ്ങിയപ്പോൾ തന്നെ അപശകനാണല്ലോ ഗൈസ്. അവന്മാർ ഒരുമാതിരി കളിയാണ് കളിക്കുന്നത് ഗൈസ്. നമുക്കല്ലേ ഗൈസ് ബോള്? അതെ. ഗൈസ് ഒരു ചാൻസ് ഗോൾ ഗൈസ്. കിട്ടിയൊരു ചാൻസ് ആയിരുന്നു ഗൈസ്. അവന്മാരുടെ കയ്യിൽ നിന്ന് ബോൾ മേടിക്കാൻ തന്നെ ഒരുമാതിരി പാട്. അവരൊക്കെ ഏതോ ആഫ്രിക്കയിൽ കൊണ്ടുവന്ന ഇറക്കുമതിയാന്ന് തോന്നുന്നു. എൻ്റെ പൊന്നു കേസ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗാലക്ടറിയുടെ ലീഗൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡായിട്ട് കളിച്ചൊരു കളിയുടെ കണ്ടിട്ടുണ്ട്, ഷോർട്സ് പോലെ കണ്ടിട്ടുണ്ട് ഞാൻ. അല്ലാതെ ഞാൻ വേറൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഗാലക്ടറിയെ കുറിച്ച് അത്രയൊന്നും അറിയത്തില്ല. തുർക്കിഷ് ലീഗ് അല്ലേ ഗൈസ്? അത് തന്നെ, തുർക്കിഷ് എന്ന് തോന്നുന്നു ഗൈസ്. അതെവിടെ എങ്ങോട്ടടിച്ചതവൻ? ഒരുമാതിരി അടി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഗൈസ്. മുന്നിക്കൊണ്ടിട്ടിട്ട് തന്നെ ഞാൻ എന്നെ പൊട്ടണ ഗൈസ്. പിടിച്ചതാ ഗൈസ്. ഗൈസ് ഗോൾ ഗൈസ്. അവൻ ആരാണെന്നാണ് അവൻ്റെ വിചാരം ഗൈസ്. അവൻ ആരാണെന്നാണ് ഗൈസ്. അവൻ വീരനാണ്. അവൻ്റെ വീട്ടിൽ കയറി ഞാൻ അടിക്കും ഗൈസ്. തീയാണ് ഗൈസ്. ഞാൻ ഒന്നും പറയില്ല, എന്നെക്കുറിച്ച് ഞാൻ പൊക്കി പറയാമെന്നൊന്നും നിങ്ങൾ ഓർക്കരുത് ഗൈസ്. ഞാൻ ഇവിടെ കളിച്ചാലും തീയാണ് ഗൈസ്. എവിടെ കളിച്ചാലും തീയാണ് ഗൈസ്. ബോൾ കളയരുത് ഗൈസ്. ഇക്കാടി മോനെ, ഇക്കാടി ഗോൾ കളഞ്ഞു ഗൈസ്. പൗലോ ഇക്കാർഡി ഗൈസ്. ബോൾ കിട്ടി ഗൈസ്. കിട്ടി ഗോൾ. ഗൈസ് കിട്ടി. മാങ്ങ ഗൈസ്. ഗൈസ് ഞാൻ ഓവറായിട്ടൊന്നും കാണിക്കുന്നില്ല ഗൈസ്. എൻ്റെ മോനെ ടിറ്റാണ് ഗൈസ്. ഇക്കാടി നമ്മുടെ സെക്കൻഡ് ഗോൾ അടിച്ച് ഗൈസ്. ഇക്കാടി നമ്മുടെ തേർഡ് ഗോൾ അടിച്ച് ഗൈസ്. എന്താ പറയില്ല, എന്തോ ഒരു ഗൈസ്. ഹാഫ് ടൈം സ്കോർ 3-0 ഗൈസ്. ഇനി നമ്മുടെ അടുത്ത ഹാഫിലേക്ക് പോകാം ഗൈസ്. ഹാഫ് ടൈം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇക്കാടി, മാനുവൽ ഇക്കാടിയോ എന്നാ പേരെന്നാന്ന് അറിയില്ല. ഞാനിതുവരെ ഇക്കാടി എന്ന് പറഞ്ഞ പ്ലെയറിനെ എവിടെ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പേര്? ബട്ട് എനിക്ക് അവൻ ആരാന്നൊന്നും അറിയില്ല ഗൈസ്. അവന്മാർ ഗോൾ അടിച്ച് ഗൈസ്. ഇക്കാടി ഗൈസ്. ഇക്കാടിയുടെ ഹെഡ് വെറുതെ പോയി ഗൈസ്. നോക്ക് ഗൈസ്. ഓഫ് സൈഡാണ് ഗൈസ്. റിവഞ്ച്. ഇക്കാടി കൊടുത്തു ഗൈസ്. ഗോൾ അടിച്ച് ഗൈസ്. 9 മിനിറ്റ് ഗൈസ്. ഗോളിക്ക് ബാക്ക് പാസ്. മുസ്ലേറ ഗോളിക്ക്. മോനെ ഗൈസ്, ഇതാണ് കുഴപ്പം ഗൈസ്. മിസ് കിക്ക് ഗൈസ്. ഹക്കീം CH ഗൈസ്. കിട്ടി ഗൈസ്. എന്തായാലും കോർണർ സ്വിച്ച് വ്യൂ ഷോട്ട് കോർണർ.
ഗൈസ് ഇക്കാടിയുടെ കയ്യിൽ നിന്ന് പോയ അതെങ്ങനെ ഗൈസ് അമറുടെ ഗോളി നമ്മുടെ ഗോളി അത് തന്നെയാണ് ഗൈസ് ഉണ്ടായത്. സ്വിച്ച് ഡാഷ് 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 ഗൈസ് മോനെ ഇക്കാടി ഗൈസ് തീ ഒന്നും പറയില്ല ഗൈസ് തീ കിട്ടിയതാ ഗൈസ്. കൊണ്ടക്കളയുന്നതാണ് ഇഷ്ടമില്ലാത്തത് ഗൈസ്. കൊണ്ടക്കളയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഗൈസ് പകുതി വെച്ചാൽ ഒപ്പോണൻ്റ് ഇറങ്ങിപ്പോയി ഗൈസ്. അത് കാരണം തന്നെ ഞാൻ വിൻ ചെയ്തു ഗൈസ്. ഞാനത് ജയിച്ചു ഗൈസ്. എനിക്ക് 50 കോയിൻസും കിട്ടി ഗൈസ്. ഫ്രീ കോയിൻസ് ഒന്നും ഇല്ല ഗൈസ്. കാരണം ഇവൻ്റെയൊക്കെ കളിച്ച് കേൾക്കേണ്ടി വരും തുർക്കിഷ് ക്ലബ്സിനൊക്കെ. അപ്പോൾ ശരി ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.